യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം ആസ് യു ക്യാൻ സീ, നമുക്കിഷ്ടമുള്ള ആൾക്കാർ നമ്മളുടെ കൂടെ ഇല്ലാതിരിക്കണ ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള അവസ്ഥ. സം ബ്യൂട്ടി ടിപ്സ്. പിന്നെ എനിക്ക് ബാഹുബലി 2 ഭയങ്കര ഇഷ്ടമാണ്. കമ്മിറ്റഡ് ആണോ? ഇത് കണ്ട ഡാർക്ക് സർക്കിൾസ് ആണ്. ഞാൻ വിഭജിയുടെ കൂടെ എവിടെ പോയാലും എനിക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമാണ്. അയ്യോ, എൻ്റെ ഫ്രണ്ട് ഞാൻ മോർണിംഗ് അയച്ചപ്പോൾ ദാ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് അയച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നു. അതാണ് ഞാൻ ചിരിച്ചത്. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ? ഇൻസ്പിറേഷൻ ചട്ടമ്പീസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമില്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ പുറത്ത് മഴയുണ്ട്, ഇതിൻ്റെ അകത്ത് ശബ്ദം കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു Q&A വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ സെപ്പറേറ്റ് എഴുതിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അപ്പം കുറച്ചുണ്ട്. അപ്പം ഞാൻ അത് വായിച്ച് പറയാം. അപ്പം ഇതിൽ കൂടുതലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ കുറേ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വീട് എവിടെയാ? ഫുൾ നെയിം, ഏജ് എത്രയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പം എന്താ പഠിക്കുന്നത്? യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം. ഇതെല്ലാം ഒരു കുട്ടി ചോദിച്ചതാണേ, കുട്ടു. ഓക്കെ, അപ്പം എൻ്റെ ഫുൾ നെയിം ജ്യോതിക ജെസി. ജ്യോതിക ജെസി എന്നാണ് ഫുൾ നെയിം. പക്ഷെ ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കണ പേര് ജോ ഹന്ന എന്നാണ്. കാരണം ജ്യോതികയുടെ ജോ. ഓക്കെ, ഹന്ന വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം കാത്തലിക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് മാമോദീസ ടൈമിൽ ഒരു പേരിടും. അപ്പം എനിക്ക് ആ പേര് ഇട്ടിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആണ് കത്തോലിക്കലോട്ടായത്. അപ്പം എനിക്ക് ആ ടൈമിൽ മാമോദീസ പേരിട്ടിട്ടില്ല, അങ്ങനെ എന്തോ ആണ്. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് എനിക്കൊരു മാമോദീസ പേരിട്ട്, അതാണ് ഹന്ന. അതുകൊണ്ടിട്ടാണ് ജോ ഹന്ന എന്ന് പേരിട്ടത്. ഒരുമിച്ചാക്കി, ജ്യോതികയുടെ ജോയും ഹന്നയുടെ ഹന്നയും ജോ ഹന്ന എന്നാക്കിയത്. അപ്പം എൻ്റെ റിയൽ നെയിം ജ്യോതിക ജെസി. ജെ ജോയി എൻ്റെ പപ്പയുടെ പേര്. സി ക്രിസ്റ്റൽ ജയ എന്നാണ് മമ്മിയുടെ പേര്. അപ്പം എനിക്കിനി ഒരു അനിയനുണ്ട്, ജോയൽ ജെസി. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ, വീട്ടിൽ ആരൊക്കെയുണ്ട്? മമ്മിയുണ്ട്, പപ്പയുണ്ട്, ഞാനുണ്ട്, അപ്പച്ചനുണ്ട്, എൻ്റെ അനിയനുണ്ട്. ഇപ്പം എന്താ പഠിക്കുന്നത്? ഞാൻ MLT DMLT ആണ് പഠിക്കുന്നത്, ആറാലുമൂട് നിംസിൽ. ഇപ്പം നിങ്ങൾ ടക്ക് 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 കേട്ടത് എൻ്റെ പപ്പ പുറത്ത് ഒരു ജനറേറ്റർ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം. യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം ആസ് യു ക്യാൻ സീ, എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. സംസാരിക്കാൻ മീൻസ് എനിക്കിങ്ങനെ അലച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായ? അപ്പോൾ കോവിഡ് ടൈമിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് കുറേ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ യൂട്യൂബിലോട്ടൊക്കെ വന്ന് തുടങ്ങിയത്. പക്ഷേ ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് 2 വട്ടം കോവിഡ് വന്നിട്ടുണ്ട്. 2 വട്ടം കോവിഡ് വന്നു. അങ്ങനെ സമയവും സന്ദർഭവും ഒത്തു കിട്ടിയപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെ ലൈക്ക് ചെയ്ത് വിടാം. അടുത്ത ചന്ദന എൻ്റെ ഫ്രണ്ടാണ്. അവൾ ചോദിച്ചേക്കുന്നത് ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് ആക്ടർ, ഫേവറേറ്റ് ആക്ട്രസ്, ഫേവറേറ്റ് സോങ്, ഫേവറേറ്റ് ഫുഡ്, സം ബ്യൂട്ടി ടിപ്സ്. ഫേവറേറ്റ് മൂവി എനിക്ക് പണ്ടത്തെ എന്താ അനിയത്തിപ്രാവ് ഇഷ്ടമാണ്, നിറം ഇഷ്ടമാണ്, വെട്ടം ഇഷ്ടമാണ്. പണ്ടത്തെ മൂവീസ് ഇല്ലേ, ഞാൻ ഇപ്പം മൂവീസേ കാണാറില്ല സത്യം പറഞ്ഞ. പിന്നെ എനിക്ക് ബാഹുബലി 2 ഭയങ്കര ഇഷ്ടമാണ്. എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. KGF 2 ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഫേവറേറ്റ് ആക്ടർ അങ്ങനെയൊന്നുമില്ല. ഫേവറേറ്റ് ആക്ട്രസ്സും അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ആക്ട്രസ്സും ഇല്ല, ആക്ടറും ഇല്ല. ഫേവറേറ്റ് സോങ് എനിക്ക് സുന്ദരിയേവ പാട്ടിഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷ് സോങ്സ് കുറച്ചുണ്ട്, അതിഷ്ടവാ. അയ്യോ, ഇരിക്കുന്ന പൊസിഷൻ ശരിയില്ല. ഇംഗ്ലീഷ് സോങ്സ് കുറച്ചുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അതിഷ്ടമാണ്. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി, മന്തി, ലേസ് ഇഷ്ടമാണ്,
ബ്യൂട്ടി ടിപ്സ്. ഇത് കണ്ട ഡാർക്ക് സർക്കിൾസ് ആണ്. ഈ എൻ്റെ അടുത്ത് തന്നെ ബ്യൂട്ടി ടിപ്സ് ചോദിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്താ ഒരു ലിപ് ബാം മാത്രം ഇട്ടിട്ടാണ് ഇരിക്കണത്. തലമുടി ഞാൻ കുളിച്ച് ഷാമ്പു ഇട്ടിട്ടാണ് കുളിച്ചത്, അതുകൊണ്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് ബ്യൂട്ടി ടിപ്സ് ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്തൊന്നും അധികം നോക്കിയിട്ടില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ചെയ്ത് നോക്കുമ്പം ഞാൻ പറഞ്ഞു തരാമേ. അടുത്ത് വീണ്ടും വേറൊരാൾ. ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് കളറ്, ഫേവറേറ്റ് പ്ലേസ്, ഹോബി. ഫേവറേറ്റ് ഫുഡ് ഞാൻ പറഞ്ഞ്. ഫേവറേറ്റ് കളറ് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്, പർപ്പിൾ, ഗ്രീൻ, ഇത് മൂന്നും ഇഷ്ടമാണ്. ഫേവറേറ്റ് പ്ലേസ്, ഏറ്റവും കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പ്ലേസ്, ഞാൻ വിഭജിയുടെ കൂടെ എവിടെ പോയാലും എനിക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമാണ്. അയ്യോ, എൻ്റെ ഫ്രണ്ട് ഞാൻ മോർണിംഗ് അയച്ചപ്പോൾ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് അയച്ചേക്കണം നോട്ടിഫിക്കേഷൻ വന്നത്, അതാണ് ഞാൻ ചിരിച്ചത്. ഓക്കെ, അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെ പോയാലും ആ പ്ലേസൊക്കെ ഫേവറേറ്റ് ആവാറുണ്ട്. അടുത്ത് ഹോബി, ഓഫ് കോഴ്സ് റീഡിങ്. എനിക്ക് കുറച്ച് ദിവസങ്ങളല്ല, ഒരു 2 വർഷം ആയി റീഡിങ് എൻ്റെ ഹോബിയായി തുടങ്ങിയിട്ട്. വായിക്കും. അടുത്ത് മാധു ചോദിച്ചേക്കണ്, വാട്ട് ഈസ് യുവർ ഏജ്? വാട്ട് ഈസ് യുവർ ഏജ്? ഹൗ ഓൾഡ് ആർ യു ആയിരിക്കും ഉദ്ദേശിച്ചത് തന്നെ. ഓക്കെ, എനിക്ക് 22 വയസ്സാണ്. പക്ഷേ ഈ വർഷം നമുക്ക് 23 ആവും. സിബ്ലിങ്സ് ഉണ്ടോ? ഉണ്ട്. എനിക്കൊരു അനിയനുണ്ട്, അവൻ +2-നാണ് പഠിക്കുന്നത്. ജോയൽ എന്നാണ് പേര്. ഹോബീസ് റീഡിങ്. അത് ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ? അത് ഇൻസ്പിറേഷൻ ചട്ടമ്പീസ്. എനിക്ക് ചട്ടമ്പീസിൻ്റെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീഡിയോസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്ലാമി ഗംഗ ഇവരുടെയൊക്കെ വീഡിയോസ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഡെയിലി വ്ളോഗ് പോലെ ഷോർട്സ് ഇടാൻ തുടങ്ങിയത് ചട്ടമ്പീസിലെ അബിൻ ആൻ്റണി ഉണ്ടല്ലോ. അപ്പം അവൻ ഡെയിലി വ്ളോഗ് ഒരു ടൈമിൽ എപ്പോഴും ഇടുമായിരുന്നു, ഇപ്പോഴും ഇടും. അപ്പം അത് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ആയത് എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയത് ചട്ടമ്പീസ്, അബിൻ ആൻ്റണി ഒക്കെ. അടുത്ത് ഹൂ സപ്പോർട്ടഡ് യു ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ തുടങ്ങാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്തു, ഒന്നാമത്തെ കാര്യം. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോഴൊന്നും വീട്ടുകാർ എന്ത് കാണിക്കണവർക്ക് വയ്യേ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ അവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പം നല്ല സപ്പോർട്ടാണ്. വേർ ആർ യുവർ പാരൻസ്? എൻ്റെ പാരൻസ് വീട്ടിലുണ്ട്. പപ്പ ഈ റൂമിൻ്റെ പുറത്തുണ്ട്, മമ്മി കിച്ചണിലാണ്, അനിയൻ അവിടെ ഗെയിം കളിക്കുന്നു. പ്ലീസ് ചേച്ചി ഈ ക്വസ്റ്റ്യൻസ് Q&Aയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടേ. അടുത്ത് പേഷ്യൻസ് ലെവൽ, അലക്സാണ്ടർ. മുകളിലത്തെ ചേട്ടനാണോ എന്തോ. പേഷ്യൻസ്, എനിക്ക് പേഷ്യൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ മമ്മയടുത്തും പപ്പയടുത്തും ഒക്കെ നമ്മൾ പേഷ്യൻ്റായിട്ട് നിൽക്കില്ലേ, പേഷ്യൻസ് കാണൂലേ കുറച്ചെങ്കിലും. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നമുക്ക് വേണ്ടപ്പെട്ട ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നല്ല രീതിക്ക് ഞാൻ പേഷ്യൻസ് ആണ്. അല്ലാത്തവരുടെ അടുത്ത് ട്രിഗറായി പോവും, അറിയാതെ തിരിച്ച് സംസാരിച്ച് പോവും. അടുത്ത് ഹൂ ആർ സം ഓഫ് യുവർ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഓർ ക്രിയേറ്റേഴ്സ് ഹൂ ഇൻസ്പയർ യു? ചട്ടമ്പീസ്. ക്രിയേറ്റേഴ്സ് ഗ്ലാമി ഗംഗ, കാർത്തിക് സൂര്യ, അങ്ങനെ എടുത്തു പറയാം. അർച്ചന ദേവ് ചേച്ചി, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അടുത്ത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് യൂട്യൂബേഴ്സ്, ഇവരൊക്കെ തന്നെ. യുവർ ഡ്രീം ലൈഫ് ഇൻ 2 വേർഡ്സ്. 2 വേർഡ്സിൽ എൻ്റെ ഡ്രീം ലൈഫ് എന്ന് പറയുമ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ 1, 2 ഹെൽത്തി ലൈഫ്. ഇത് 2 ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം ലൈഫ് ഏകദേശം അച്ചീവ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പം കറണ്ട് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് യൂട്യൂബർ ആവണം.
അതെൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. അടുത്ത്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ കോളേജ് ഫ്രണ്ട്സ്? പാവം, എല്ലാവരും നല്ല പിള്ളേരാ. ലൈക്ക് സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലവരാണ്. എല്ലാവരും പാവങ്ങളാ. അടുത്ത്, അഞ്ജന ചോദിച്ചേക്കുന്നു, ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് പ്ലേസ്, ഫേവറേറ്റ് പേഴ്സൺ, കമ്മിറ്റഡ് ആണോ, മദർ ആൻഡ് ഫാദർ നെയിം, ബോയ് ഫ്രണ്ട് നെയിം, ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ, ഫേവറേറ്റ് ഡിസ്ട്രിക്ട്, ഫേവറേറ്റ് കൺട്രി, ഫേവറേറ്റ് സ്റ്റേറ്റ്. ഫേവറേറ്റ് ഫുഡ് ഞാൻ പറഞ്ഞു നേരത്തെ, ബിരിയാണി, മന്തി, ലേസ്. ഫേവറേറ്റ് പ്ലേസ്, വേറെവർ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും സ്പെൻഡ് ചെയ്ത എല്ലാ സ്ഥലങ്ങളും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഫേവറേറ്റ് പേഴ്സൺ, ഓഫ് കോഴ്സ് നമ്മുടെ മമ്മിയും പപ്പയൊക്കെ ഫേവറേറ്റ് ആണ്. എന്നാലും കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് പേഴ്സൺ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആണ്. അടുത്ത്, കമ്മിറ്റഡ് ആണോ? ഇപ്പം ഞാൻ കുറച്ച് ലാഗ് അടിച്ചില്ലേ, എന്തെന്നറിയാമോ? ഞാൻ ഇങ്ങനെ ലാഗ് അടിച്ച സംഭവത്തിനടുത്ത് യൂട്യൂബിൻ്റെ ഇൻട്രോ വീഡിയോയ്ക്കകത്തിടും. അപ്പോൾ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി തോന്നും, അപ്പോൾ വീഡിയോൻ്റെ അകത്ത് നോക്കും. ഓക്കെ, കമ്മിറ്റഡ് ഒന്നുമല്ല, കമ്മിറ്റഡ് അല്ല, സിംഗിളാണ്, സിംഗിൾ. അടുത്ത്, മദർ ആൻഡ് ഫാദർ നെയിം. മമ്മിയുടെ പേര് ഞാൻ പറഞ്ഞു, ജയ, ക്രിസ്റ്റൽ ജയ. പപ്പയുടെ പേര് ജോയി ജെബി. ബോയ് ഫ്രണ്ട് നെയിം, ഇല്ലാത്ത സാധനത്തിന് ഞാൻ എവിടെ നിന്ന് പേര് പറയാൻ. അടുത്ത്, ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ, ചട്ടമ്പീസ്, ഗ്ലാമി ഗംഗ, കാർത്തിക് സൂര്യ, അർച്ചനാദേവ് പളുങ്ക്. ഓക്കെ, സോറി. പിന്നെ കുറേ ഉണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞില്ല. അടുത്ത്, ഫേവറേറ്റ് ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രം, എൻ്റെ സ്വന്തം ഡിസ്ട്രിക്റ്റ്. വേറെ എവിടെ? കണ്ണൂർ. ഇപ്പം എൻ്റെ ഫ്രണ്ട് വിഭജിക ഉള്ളത് കണ്ണൂരാണ്. ഓക്കെ, അതിന് നമുക്ക് ഫേവറേറ്റ് ഡിസ്ട്രിക്റ്റ് ആക്കാം. അടുത്ത്, കോഴിക്കോട്. എൻ്റെ വേറൊരു ഫ്രണ്ട് റബീഹ് അവിടെയാണുള്ളത്. കോഴിക്കോട് നമുക്ക് ഫേവറേറ്റ് ഡിസ്ട്രിക്റ്റ് ആക്കാം. ഇപ്പം കറണ്ട് ഫേവറേറ്റ് ഡിസ്ട്രിക്റ്റ് എറണാകുളമാണ്. ഓക്കെ, അടുത്ത്, ഫേവറേറ്റ് കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് കൺട്രി വേണ്ട, ഇനി ലാസ്റ്റ് ഇന്ത്യ ഇഷ്ടപ്പെടാതെ വേറെ ഏതെങ്കിലും കൺട്രി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഫേവറേറ്റ് കൺട്രി, ക്വസ്റ്റ്യൻ സ്കിപ്പ്. ഫേവറേറ്റ് സ്റ്റേറ്റ്, അതും സ്കിപ്പ്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇഫ് സുരേഷ് ബൈസ് 2 mangoes, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് സുരേഷ് ബൈസ് 2 mangoes than രമേഷ് and Ramesh travels 5 kilometers to reach Suresh's home, how many mangoes did Ramesh buy? ഇതെന്തൊരു ക്വസ്റ്റ്യൻ അടേ? ഇഫ് സുരേഷ് ബൈ 2 mangoes, ഓക്കെ, സുമേഷ് 2 മാംഗോ വാങ്ങിച്ച്. ലോജിക്കുള്ള ക്വസ്റ്റ്യൻ പറ. ഈ ട്രാവലിങ്ങും മാംഗോയിലും തമ്മിൽ എന്താണ് ബന്ധം? ട്രിക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. If Suresh buys 2 mangoes than Ramesh and Ramesh traveled 5 kilometers to reach Suresh's home, how many mangoes did Ramesh buy? അറിയാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കമൻറ്റ് ബിലോ. അടുത്ത്, ഹൗ ഈസ് യുവർ കോളേജ് ലൈഫ്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. രാവിലെ 7:45 പോവും, 2 മണിക്ക് 10 മണിക്ക് ക്ലാസ്സാണ്. 2 മണിക്ക് ക്ലാസ് കഴിയും, 2:30 3 മണിക്കകത്ത് ഞാൻ വീട്ടിലെത്തും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അടുത്ത്, ശ്രീലക്ഷ്മി എൻ്റെ കൂട്ടുകാരിയാണ്. ചേച്ചി റിലേഷനിൽ ആണോ? ഇന്ന് നിൻ്റെയൊക്കെ കൂടെ അല്ലേ രാവിലെ പറഞ്ഞത്? ഞാൻ റിലേഷൻഷിപ്പിലാണോന്ന് അറിഞ്ഞൂടാ. അല്ല ഗൈസ്, ഞാൻ റിലേഷൻഷിപ്പിലല്ല, ഞാൻ സിംഗിളാണ്. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ എന്താ ചേച്ചി? ആദ്യം ഈ കോഴ്സ് കഴിയട്ടെ, എന്നിട്ട് അടുത്ത പ്ലാൻ നമുക്ക് നോക്കാം. അടുത്ത്, എക്സ്പ്ലെയിൻ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചൊക്കെയാണ്. അപ്പം അവളെ കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇതിൻ്റെ സൈഡിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തേക്കാം. അവൾ അയച്ചു തരുമെന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം എന്നോട് ഇങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കാൻ പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്.
ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പം നമ്മുടെ പ്ലാന്റ്സിലെ ക്ലോറോപ്ലാസ്റ്റ് എന്നീ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പം ADPനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. വേറെ നല്ല ലൈറ്റ് വന്ന് പ്ലാന്റിൽ വീഴുന്നു, PS2 ആക്ടിവേറ്റ് ആവുന്നു. അപ്പോൾ അവിടുത്തെ വാട്ടർ എന്ത് ചെയ്യും, ഹൈഡ്രോജൻ ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പം അവിടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ നടക്കും. ഈ ഇലക്ട്രോൺ ഫ്ലോ എന്ത് ചെയ്യും, എനർജി സ്റ്റോർ ചെയ്യാൻ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് എനർജി സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ADP ATP ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. മെയ് മോഹൻ, കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത് എന്താ? കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത് എപ്പോഴും വീഡിയോ ഇടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമേ. കോളേജിൽ പോയിട്ട് വരും, 3 സബ്ജക്റ്റ് ഉണ്ട്: പാത്തോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി. 3 ക്വസ്റ്റ്യൻസും അന്നന്ന് പഠിപ്പിക്കണത് പിറ്റേ ദിവസം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, എല്ലാവരും. അപ്പം വൈകിട്ട് വന്ന് കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് എണീറ്റിട്ട് ചിലപ്പം എന്തെങ്കിലും വരയ്ക്കാനൊക്കെ കാണും. രാത്രിയാവുമ്പോൾ നമുക്ക് എന്ത് കണ്ടൻറ്റ്, പിന്നെ ആയിരിക്കും കണ്ടൻറ്റിനെ പറ്റി ചിന്തിച്ച് തപ്പിക്കൊണ്ടിരിക്കണത്. അപ്പം കണ്ടൻറ്റ് കിട്ടാറാകുമ്പോൾ അയ്യോ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അതിൻ്റെ പിറകെ പോവും. മനസ്സിലായ? പിറ്റേ ദിവസം രാവിലെ എണീക്കും, കോളേജിൽ പോവും. അത് അങ്ങ് പോയി. അപ്പം പറ്റൂല. മനസ്സിലായ? ടൈം കുറച്ച് എനിക്ക് പ്രശ്നം വരുന്നുണ്ട്. പ്രശ്നം വരണമെന്ന് വെച്ചാൽ ടൈം തികയണില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കണ്ടന്റ് പെട്ടെന്ന് കിട്ടൂല. അയ്യോ കറണ്ട് പോയി. ഇനി കറണ്ട് വന്നിട്ട് ബാക്കി വീഡിയോ ഞാൻ എടുക്കാമേ. അപ്പോൾ ഗൈസ്, കറണ്ട് പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വന്നപ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത് എന്താ? അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ. അടുത്ത്, വാട്ട്സ് ദ പ്രൂഫ് ബ്ലാക്ക് ഹോൾ എക്സിസ്റ്റ്? ഇതെൻ്റെ സോ കോൾഡ് ബെസ്റ്റ് ഫ്രണ്ട് വിഭഞ്ചി കേട്ടതാണ്, എനിക്കറിഞ്ഞൂടാ. നിനക്കറിയാമെങ്കിൽ നീ തന്നെ പറ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സൂപ്പർ പവർ യു വിഷ് യു ഹാഡ്? വാട്ട്സ് ദ സൂപ്പർ പവർ യു വിഷ് യു ഹാഡ്? എനിക്ക് സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ 3 പറയാമേ. 3 സൂപ്പർ പവറേ. ഒരെണ്ണം മറ്റേ അവൻ്റെ കയ്യിലുള്ള ലാമ്പുണ്ടല്ലോ, അലാദിൻ്റെ അത്ഭുത വിളക്ക്, ആ സാധനം എനിക്ക് വേണമെന്നുണ്ട്. രണ്ടാമത്തത്, നമ്മളിങ്ങനെ മനസ്സിൽ ഒരു പ്ലേസ് വിചാരിക്കുമ്പോൾ ആ പ്ലേസിലോട്ട് പോകുന്നു. അങ്ങനെ ആ ഒരു സൂപ്പർ പവർ നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റണം. അടുത്ത സൂപ്പർ പവർ അതാണ്ട് 2 മതി. ഈ 2 സൂപ്പർ പവർ ഉണ്ടായാൽ മതി. ഒന്ന് മറ്റേ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു പ്ലേസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ പ്ലേസിലോട്ട് നമ്മൾ ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ എത്തണം. ഈ 2 സൂപ്പർ പവർ. അടുത്ത്, how do you stay motivated and creative when brainstorming new video ideas? ഇത്രയും വലിയ സെൻറ്റൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നോ എന്തോ. ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് വെൻ ബ്രെയിൻസ്റ്റോമിങ് ന്യൂ? കൂടുതൽ ഐഡിയാസ് എൻ്റെ തലയ്ക്കകത്ത് കയറുമ്പോൾ ഒന്നുകിൽ ഞാൻ ദിസ് ഈസ് മൈ ഡയറി, ഇവിടെ സൈഡിൽ ഞാൻ ഇങ്ങനെ വെച്ചേക്കാറുണ്ട്. ഇവിടെ സൈഡിലിരുന്ന് എടുക്കണോണ്ടാണ് പെട്ടെന്ന് എടുത്ത് കാണിച്ചു തന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെക്കും ഓരോന്ന്. പെട്ടെന്ന് കിട്ടുന്ന ഐഡിയാസ് ഒക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മീൻസ് എല്ലാം കഴിഞ്ഞ് ഇനി പുതിയ ഐഡിയാസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും. അപ്പം എഴുതി വെച്ചിട്ട് ഒന്ന് തീരുമ്പോൾ ഒന്നായിട്ട് ഇടാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും ഭയങ്കര സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യണതല്ല, അതിനൊരു ഫണ്ണി വേയിലാക്കി ചെയ്യണതാണ് എനിക്കിഷ്ടം. അപ്പം മാക്സിമം ഒരു ഫണ്ണി എൻ്റർടൈൻമെൻറ്റ് ഇൻട്രാക്റ്റീവ് വീഡിയോ ആക്കി ചെയ്യാറുണ്ട്. ഹൂ ഇൻഫ്ലുവൻസ് യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കുറേ ആൾക്കാർക്ക് കുറേ കഴിവുകളുണ്ട്, അതെല്ലാം ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ഇപ്പം മമ്മിയും പപ്പയും അവരെ കണ്ടും നമ്മൾ കുറേ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്.
ലൈക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ കുറേ ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ചുറ്റുപാടും കുറേ പേര് കാണും. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഒന്നി പഠിക്കണത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനിടത്ത് തന്നെ അവരെ കണ്ട് ഇപ്പം നമ്മളെ വീട്ടുകാർ കമ്പയർ ചെയ്യൂലേ, അവളെ കണ്ടുപിടി അവനെ കണ്ടുപിടി. അപ്പം നമ്മളെ ചുറ്റുപാടുള്ള ഒരുപാട് വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണതിനെക്കാട്ടും നമ്മളെ ചുറ്റുപാടുള്ളവരെ ഒന്ന് നോക്കിയാൽ തന്നെ അവരുടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ലതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കാണും. അപ്പം ഹൂ ഇൻഫ്ലുവൻസ്ഡ് ദ മോസ്റ്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ലൈക്ക് അതുപോലെ ആയാൽ കൊള്ളായിരുന്നു, ലൈക്ക് അതുപോലെ എനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഭജിക. അവളെ കണ്ടിട്ട് ഞാൻ ഒരുപാട് എനിക്കെന്താ അതുപോലെ ചെയ്യാൻ പറ്റാത്തത്, എനിക്കെന്താ അതുപോലെ പറ്റാത്തതെന്ന് എനിക്ക് ഒരുപാട് വട്ടം തോന്നിയിട്ടുണ്ട്. സോ ഹൂ ഇൻഫ്ലുവൻസ് മീ ദ മോസ്റ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അടുത്ത്, ഹൗ ഡു യു ഡിസൈഡ് ഓൺ ടോപ്പിക്സ് ഫോർ യുവർ വീഡിയോസ് ആൻഡ് പ്ലാൻ യുവർ കണ്ടന്റ് ഷെഡ്യൂൾ? കൂടുതലും എൻ്റെ യൂട്യൂബിൻ്റെ ടോപ്പിക്സ് ഞാൻ ലവൻ്റെ അടുത്തായിരിക്കും ചോദിക്കണത്. ആരുടെ അടുത്ത്? ChatGPT. അവന് ഞാൻ ഡെയിലി അവന് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചിട്ട് പ്ലീസ് എനിക്ക് കണ്ടന്റ് ഐഡിയ, എനിക്കിങ്ങനെ സംസാരിക്കണം, എനിക്കൊരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ടൈപ്പിലുള്ള വീഡിയോസ് വേണം എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയും. അപ്പം കുറേ ഐഡിയാസ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. ഒന്നാമത്തത് അവൻ്റെ അടുത്താണ് ഞാൻ ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യണതും അതിനെപ്പറ്റി പ്ലാൻ ചെയ്യണതും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ ഇടയ്ക്ക് ആൻ്റണി എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവൻ്റെ അടുത്ത് ഇടയ്ക്ക് പോയി ചോദിക്കും, അവൻ കുറച്ച് കണ്ടന്റ് ഐഡിയ പറഞ്ഞു തരും. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഞാൻ ചെന്ന് കണ്ടന്റ് ഐഡിയ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ചോദിക്കും. എനിക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം, ഈ സംഭവമില്ലേ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കി എവിടെ ഇങ്ങോട്ടാ എനിക്കിങ്ങനെ നോക്കി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പോഡ്കാസ്റ്റൊക്കെ പോലെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി, സത്യം പറഞ്ഞ ടോപ്പിക് അറിയാമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പം ഇങ്ങനെ സംസാരിക്കണം എന്തെങ്കിലും ടോപ്പിക്കൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കൂടുതലായിട്ട് ChatGPT ചോദിക്കാറുണ്ട്. ഹായ് സൂപ്പർ ക്യൂട്ട്, താങ്ക് യു. അടുത്ത്, വണ്ടി ഓടിക്കാൻ അറിയാമോ? പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അത് ഏതെടുക്കും? ബ്രാക്കറ്റിൽ ബൈക്ക്, സ്കൂട്ടർ, കാർ. അബി ചോദിച്ചേക്കണ്. വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ലെന്നേ ഉള്ളു. അയ്യോ, ഇതെന്നെ പപ്പയും മമ്മിയും ഒന്നും കേൾക്കണ്ട. വണ്ടി പഠിക്കാൻ വിട്ടെന്നാണ്, പഠിക്കാതെ ഞാൻ എന്താ വീട്ടിൽ വന്നിരിക്കുകയാണ്. വണ്ടി ഓടിക്കും, പക്ഷേ എനിക്ക് ലൈസൻസ് ഇല്ല. ഞാൻ അങ്ങ് അമ്മമ്മയുടെ വീട്ടിൽ നിന്നപ്പോഴാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് പകുതി വെച്ചിങ്ങനെ സ്റ്റോപ്പായിട്ടിരിക്കുകയാണ്. വണ്ടി എടുക്കുകയാണെങ്കിൽ ബൈക്ക്, സ്കൂട്ടർ, കാറ്. എന്തെടുക്കുമെന്ന്? ഞാൻ കാർ എടുക്കും, പക്ഷെ എനിക്ക് കാർ ഇഷ്ടമല്ല. കാർ ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനെ ഷോക്കേസിൽ കൊണ്ട് ഇങ്ങനെ വെച്ചേക്കൂലേ, അതുപോലെ വെച്ചേക്കണം. എനിക്ക് ഇത് മോഷൻ സിക്നസ് ഉണ്ട്. ലൈക്ക് വണ്ടിക്കകത്തിരിക്കുമ്പം ഈ കാറ്റൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഛർദ്ദിച്ച് വാള് വെച്ച് പ്രശ്നമാവും. എൻ്റെ പപ്പയുടെ കാല് പിടിച്ചാണ് ഞാൻ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് ട്രാവൽ ചെയ്യണത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഭയങ്കര അസ്വസ്ഥതയാവും. ഫോൺ നോക്കാൻ പറ്റൂല, ബുക്ക് വായിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ബസ്സിലായാലും അങ്ങനെ തന്നെ. 4 വീലർ ഓട്ടോ കുഴപ്പമില്ല കേട്ടോ, ഓട്ടോയിലൊക്കെ സുഖമായിട്ട് പോകും. പക്ഷെ കാറ്, ബസ് ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കും. എനിക്കിങ്ങനെ പരന്ന കാറുകളുണ്ടല്ലോ, ഇങ്ങനെ പരന്ന് കിടക്കണത്. ഞാൻ ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ ഡെയിലി ഒരു കാറ് കാണും. ഞാൻ എന്നും അതിനെ ഒന്ന് തലോടിയിട്ട് ഞാൻ അതിനൊന്ന് തലോടാത്ത ദിവസങ്ങളേ ഇല്ല. പക്ഷേ ഇന്നലത്തെ ദിവസം ആ കാർ അവിടെ ഇല്ലായിരുന്നു, ആട്ടവർ. അപ്പം ഇങ്ങനെ പരന്ന് കിടക്കണ കാറ് ഞാൻ വാങ്ങിക്കും. പരന്നിങ്ങനെ വീടിങ്ങനെ നിറഞ്ഞ് കിടക്കണം. അതുപോലത്തെ ഒരു കാർ വാങ്ങിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കില്ല, അവിടെ തന്നെ ഇങ്ങനെ കൊണ്ടിട്ടേക്കും. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബൈക്കാണ്. ബൈക്ക്, എൻ്റെ പപ്പയ്ക്ക് ബുള്ളറ്റ് ഉണ്ട്. അപ്പം ഇപ്പം ഞങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത കേട്ടാ. പക്ഷെ എന്നാലും ബുള്ളറ്റിൽ പോണ സുഖമൊന്നും സ്കൂട്ടറിൽ പോയാൽ കിട്ടൂല. എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത്, വാട്ട് ഈസ് ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റ്? വാട്ട് ആർ you most thankful for? What are you most afraid of? What do you feel most passionate about? What goal do you want to accomplish in the next few years? ഇതെല്ലാം ഒരാൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യത്തേത്, വാട്ട് ഈസ് ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റ്?
ബക്കറ്റ് ലിസ്റ്റിൽ കുറേ സംഭവങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങളൊന്നുമല്ല, എനിക്ക് കൊച്ചു കൊച്ചു സാധനങ്ങൾ. ഞാൻ പറഞ്ഞുതരാം, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ എനിക്ക് കൊച്ചു കൊച്ചു സാധനങ്ങളാണ്. എനിക്ക് ബുക്സ് ഇല്ലേ, ലൈക്ക് എൻ്റെ ഫസ്റ്റ് ബുക്ക് ഇതാണ്. ഞാൻ മുമ്പ് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബുക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പം ഇതേപോലത്തെ ബുക്സ് എനിക്ക് ഒരുപാട് വാങ്ങിച്ച് എനിക്കിങ്ങനെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂം ഒന്ന് റെനോവേറ്റ് ചെയ്ത് ലൈക്ക് ഒരു ഡാർക്ക് തീം ആക്കണം എന്നുണ്ട്. ഡാർക്ക്, ഞാൻ പറഞ്ഞുതരാം, ഡാർക്കും ഗ്രേയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് റൊമാൻസ് വൈബ്, ആ ഒരു ടൈപ്പ്, ആ ഒരു തീമിൽ എനിക്ക് റൂം ആക്കണം എന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ചുമയാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അത് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ പൈസ വെച്ച് എനിക്ക് കുറേ ഡ്രസ്സ് മേടിക്കണമെന്നുണ്ട്, കുട്ടി കുട്ടി സാധനങ്ങൾ, മനസ്സിലായ. അത് കഴിഞ്ഞിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് ട്രിപ്പ് പോകണമെന്നുണ്ട്. കൊച്ചു 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 സാധനങ്ങൾ ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അടുത്ത്, വാട്ട് ആർ യു മോസ്റ്റ് താങ്ക്ഫുൾ ഫോർ? മോസ്റ്റ് താങ്ക്ഫുൾ ഫോർ മൈ പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇപ്പം എന്ത് പ്രശ്നം വന്നാലും ലൈക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചോ, പാരൻസിന് അറിയാത്ത പ്രശ്നമായിരിക്കും. ഇപ്പം എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും അറിയാത്ത പ്രശ്നമായിരിക്കും. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ലൈക്ക് ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ ദേഷ്യപ്പെടും, പക്ഷെ മാക്സിമം സാരില്ല പോട്ട് എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. അപ്പം അതൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് എൻ്റെ പാരൻസിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് താങ്ക്ഫുള്ളാണ്. ലൈക്ക് എനിക്ക് കുറച്ച് ബഞ്ച് ഓഫ് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 10 വിരലിന് അകത്ത് എണ്ണാൻ പറ്റിയ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അതിലുപരി എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ വിഭഞ്ചിക. വാട്ട് ആർ യു മോസ്റ്റ് അഫ്രെയ്ഡ് ഓഫ്? അഫ്രെയ്ഡ് ഓഫ് എനിക്ക് ഏറ്റവും പേടി, ഒരു 2 വർഷം മുമ്പ് വരെ എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള കാര്യം, സീരിയസ്ലി എൻ്റെ അച്ചാമ്മ മരിച്ചിട്ടിപ്പം 2 വർഷം കഴിഞ്ഞ്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അച്ചാമ്മ ഇല്ലാണ്ടാവണ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ചാമ്മ. അപ്പം അച്ചാമ്മ ഇല്ലാതിരിക്കണ ആ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അച്ചാമ്മ ഇപ്പം മരിച്ചിട്ട് 2 വർഷമായി. ഇപ്പം പേടി ഇതാണ്, നമുക്കിഷ്ടമുള്ള ആൾക്കാർ നമ്മളുടെ കൂടെ ഇല്ലാതിരിക്കണ ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള അവസ്ഥ. വാട്ട് ഡു യു ഫീൽ മോസ്റ്റ് പാഷനേറ്റ് അബൌട്ട്? ഐ ആം മോസ്റ്റ് പാഷനേറ്റ് അബൌട്ട് മേക്കിംഗ് വീഡിയോസ്. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കട്ടെ, 11 മിനിറ്റായി ഞാൻ വീഡിയോ തുടങ്ങിയിട്ട്. 1 മിനിറ്റ്. ഓക്കെ, അപ്പം മോസ്റ്റ് പാഷനേറ്റ് അബൌട്ട് എനിക്ക് വീഡിയോ മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പാഷനാണ് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഡെയിലി ലൈഫ് ബ്ലോഗ് പോലെയൊക്കെ ഇങ്ങനെ എടുക്കാൻ സമയം എനിക്ക് ഭയങ്കര പാഷനാണത്. വാട്ട് ഗോൾ ഡു യു വാണ്ട് ടു അക്കംപ്ലിഷ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്? 2 വർഷത്തിനകം അക്കംപ്ലിഷ് ആവണ ഒരു കാര്യമാണ് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണ്ടേ. ഈ 2 കാര്യങ്ങളും, ഇത് 2 മാത്രമേ ഉള്ളൂ കറൻ്റ്ലി. ഫസ്റ്റ് സ്റ്റഡീസ്, പിന്നെ എൻ്റെ യൂട്യൂബ്. ഇത് 2 മാത്രമാണ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണ 2 സംഭവങ്ങൾ. അടുത്ത്, ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ? എനിക്ക് തോന്നുന്നു ഞാൻ വേറെ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടതായിരിക്കും ആ കുട്ടി ചോദിച്ചേക്കണത്. ആ കുട്ടിയല്ല, ശ്രീലക്ഷ്മി ചോദിച്ചേക്കണത്. ഇതൊരു ലിപ് ബാമാണ്. അതിൻ്റെ ഷെയ്ഡ് എന്താണോ എൻ്റെ ചേച്ചി തന്നതാണ് എനിക്കിത്. ഓ, ഈ മുടി ഇപ്പുറത്തെ സൈഡിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരത്തെ ഇട്ടേക്കണത് അത് സിസ്ലിംഗ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജ് അയച്ചു തന്ന ഷെയ്ഡാണ്. റാമിക്കോസ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് സിസ്ലിംഗ് ന്യൂഡ്. പക്ഷേ ഞാൻ അതിനുശേഷം ആ പേജിന് മെസ്സേജ് അയച്ചപ്പോൾ അവരിപ്പം അത് ലോഞ്ച് ചെയ്യണേ ഇല്ല. വേറെ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോയി എനിക്ക്. പക്ഷേ ഇനി ആ ഷെയ്ഡ് ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി
അതുമായിട്ട് മാച്ച് ചെയ്യണ വേറെ ഏതെങ്കിലും ഷെയ്ഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയ്ഡൊന്നും നമ്മുടെ ചുണ്ടിൽ ചിലപ്പം ചേരൂലല്ലോ. ഞാൻ അങ്ങനെ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്ന ആളല്ലായിരുന്നു, പക്ഷേ എനിക്ക് ആ ഷെയ്ഡ് ഇട്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ഷെയ്ഡ്. ഓക്കെ, അപ്പം അതാണ് സിസ്ലിംഗ് ന്യൂഡ്. റീഡിങ് ഇഷ്ടമാണ് അല്ലേ ആനി ചോദിച്ചേക്കണ്. എത്ര നാളായി വായിക്കാൻ തുടങ്ങിയിട്ട്, മടുപ്പ് തോന്നില്ലേ, ഫേവറേറ്റ് ബുക്ക് ഏതാ? അത് ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസിൽ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് എനിക്ക് റീഡിങ് ഇഷ്ടമാണ്. അതെ, എനിക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. എസ്കേപ്പിംഗ് ഫ്രം ദ റിയാലിറ്റി എന്ന് പറയൂലേ, എനിക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഞാൻ റീഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ബുക്ക് തുടയില്ല. അങ്ങനെ റീഡിങ് മീൻസ് ഇംഗ്ലീഷ് നോവൽസാണ് ഞാൻ വായിക്കാറ്. അതെ, റീഡിങ് ഇഷ്ടമാണ്. എത്ര നാളായി വായിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മ മരിച്ച് അതിൻ്റെ അടുത്ത ദിവസം രാത്രി വായിക്കാൻ തുടങ്ങിയതാണ് എസ്കേപ്പിംഗ് ഫ്രം ദ റിയാലിറ്റി. അപ്പം വായിക്കുമ്പോൾ നമ്മൾ ഫുള്ളി അതിലോട്ട് ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുമല്ലോ. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ആൻഡ് ഞാൻ തുടങ്ങിയ ആ ഒരു ശീലം നല്ലൊരു ശീലം ആണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു കാര്യങ്ങളും നല്ലതായിട്ട് വേറെ ആരും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ റീഡിങ് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യണമുണ്ട്. ഓക്കെ, അപ്പം മടുപ്പ് തോന്നില്ലെന്ന്. എന്തിനു മടുക്കണത്? എൻ്റെ അമ്മോ, ഇത് വായിക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെയൊക്കെ ലോസാണ് വായിക്കാത്തത്. ഇംഗ്ലീഷ് നോവൽസ് എന്നെ വായിക്കണം എന്ന് പറയുമ്പം അതങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ് റീഡിങ്. അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എസ്കേപ്പ് ഇല്ല. വായിക്കാത്തവരൊക്കെ വായിച്ച് തുടങ്ങും. നിങ്ങൾ അറിഞ്ഞൂടാത്ത പല ലോകത്തോട്ട് നിങ്ങൾ പോകും. അടുത്ത് ഫേവറേറ്റ് ബുക്ക് ഏതാ? എൻ്റെ ഫേവറേറ്റ് ബുക്ക് ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഉണ്ട്. അന ഹുവാങ് എന്നാണ് ഓതറിൻ്റെ പേര്. അതിൽ 4 ബുക്സാണുള്ളത്. ട്വിസ്റ്റഡ് ലവ്, ട്വിസ്റ്റഡ് ഹേറ്റ്, ട്വിസ്റ്റഡ് ഗെയിംസ്, ട്വിസ്റ്റഡ് ലൈസ്. ഈ 4 ബുക്കിൽ 4ഉം കൊള്ളാം. അതിൽ എൻ്റെ ഫേവറേറ്റ് ട്വിസ്റ്റഡ് ലവ് ആണ്. അതിൽ അലക്സ് വോൾക്കോവ് അവാച്ചൻ എന്നാണ് അവരുടെ ആണ് അവളുടെ പേര്. അപ്പം ഇവരുടെ 2 പേരുടെയും ലവ് സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബുക്ക് ട്വിസ്റ്റഡ് ലവ് ആണ്. എനിക്ക് അതിൻ്റെ സീരീസ് ആയിട്ട് ബുക്ക് വാങ്ങിക്കണം എന്നുണ്ട്. ഞാൻ നെറ്റിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എപ്പോഴാണോ പ്രൈസ് ഡ്രോപ്പ് ആവണത് അപ്പം ഞാൻ വാങ്ങിക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഫേവറേറ്റ് ബുക്ക് ട്വിസ്റ്റഡ് ലവ് ആണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യനാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിങ്ങനെ Q&A വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു സംഭവമായിരുന്നു, മനസ്സിലായോ? അതങ്ങനെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ലൈക്ക് അപ്പം കൂടുതൽ എനിക്കിതിൽ വന്നേക്കണ ക്വസ്റ്റ്യൻ പേരെന്തുവാ, വീട്ടിലാരൊക്കെ ഉണ്ട്, റിലേഷൻഷിപ്പ്, കമ്മിറ്റഡ് ആണോ, സിംഗിൾ ആണോ, ഓക്കെ, ഇതൊക്കെയാണ്. അപ്പം ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. നല്ല തണുപ്പ്, നല്ല മഴ വന്ന് ഈ ബെഡിനിങ്ങനെ പുതച്ച് മൂടി കിടക്കണം എന്നാലോചിക്കുമ്പോഴും നാളെ രാവിലത്തെ കോളേജിൽ പോണ കാര്യം ആലോചിക്കുമ്പോഴും എല്ലാം തീർന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ്. ഇനി പോയി എനിക്ക് ഫുഡ് കഴിക്കണം. എന്നാലും ഞാൻ കിടക്കും. എന്നിട്ട് എണീറ്റിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഐ വിൽ ഡു. ആൻഡ് വേറെന്തോ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റക്കായി പോവും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.